സംവിധായകൻ ദീപു കരുണാകരൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ തരത്തിലേക്ക് ആ വിവാദം ഇങ്ങനെ പോവുകയാണ്. എന്താണ് പ്രാഥമികമായി ഈ റിപ്പോർട്ടിനെ പറ്റി മനസ്സിലാക്കുന്നത്? എന്താണ്? അല്ല, ഈ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു അവയർനെസ്സാണ് ബേസിക്കലി. അതായത് കാരണം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ വ്യക്തമായ ഒരു അവയർനെസ്സിലേക്ക് എത്തിക്കാനായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് സഹായിച്ചു എന്നാണ് ഞാൻ പ്രൈമറി പറയുന്നത്. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. പല രീതിയിലുള്ള ജനങ്ങളുടെ പല തുറയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതൊരു ഈ പറയും പോലെ പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള എന്തു പറയാനായിട്ട് സംഘടനാപരമായിട്ടും അല്ലാതെ നമ്മുടെയൊക്കെ തന്നെ ലൊക്കേഷനുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പാറ്റേണിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ഡെഫിനറ്റ്ലി സഹായമാവും. പരാതികളോ അല്ലെങ്കിൽ കൺസേൺസോ സ്ത്രീജനങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് എത്താനായിട്ടുള്ളൊരു മാർഗമായി നമുക്ക് ഈ കമ്മിറ്റിയെ കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊരു വലിയ ചർച്ച, അതായത് ഇത് സിനിമാ ലോകം മോശമാണെന്നും അങ്ങനെയൊന്നും ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ കൺസേൺ. ഈ പവർ ഗ്രൂപ്പുകളെ പറ്റി പറയുന്നുണ്ട്, ഒരു 15 അംഗ സംഘം. അങ്ങനെ സിനിമയിൽ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമുണ്ടോ? സിനിമ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഇത് ഞാൻ വളരെ തുറന്നു പറയുന്ന കാര്യം, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പം ഞാൻ പോലും എനിക്ക് എത്ര പേരെ പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ടോ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ എനിക്ക് ഒരു നല്ല സിനിമ കിട്ടണമെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് ഇറ്റ് അപ്ലൈസ് ടു ഡയറക്ടർ, റൈറ്റർ, ആക്ടർ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയപ്പെടുന്ന സൂപ്പർ താര പരിവേഷമുള്ള നടന്മാർ പോലും ഒരു സിനിമ മോശമാവുമ്പോൾ അവരെ ബാധിക്കുന്നുണ്ട്. അവരതിന് തിരിച്ചു വരാനായി അവിടെ എടുക്കുന്ന എഫേർട്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പവർ ബ്രോക്കിംഗ് കൊണ്ട് മാത്രം ഇതൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് തിയേറ്ററിലെ സിനിമ വന്ന് പ്രേക്ഷകരെ വിജയിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ. സർക്കാർ സ്വമേധ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വാദം. എന്താണ് അതിനെപ്പറ്റി? ഈ നിയമ നടപടി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് പറയാം? ഇതൊരു കമ്മിറ്റിയാണ്, ഈ റിപ്പോർട്ട് സമർപ്പിച്ചതേ ഉള്ളൂ. ഇതൊരു നിയമവ്യവസ്ഥയുടെ കീഴിൽ വരാനുള്ള എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് മനസ്സിലായി അത്രത്തോളമൊന്നും ആയിട്ടില്ല. ഇനി ഈ റിപ്പോർട്ട് ബേസ് ചെയ്ത് എന്ത് നടപടി എടുക്കണം, അതിന് ഗുരുതരമായിട്ടുള്ള അങ്ങനെയുള്ള മൊഴികൾ കൊടുത്തിട്ടുണ്ടോ, അത് കേസെടുക്കേണ്ട FIR എടുക്കേണ്ട രീതിയിലുള്ള ഒരു കേസാണോ എന്നുള്ളതൊക്കെ സർക്കാരും ഏജൻസികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അവർ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മലയാള സിനിമയിലുള്ള ഒളിച്ചിരിക്കുന്ന എല്ലാ ക്രൂരന്മാരെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് പോകണമെന്നോ അങ്ങനെ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ഇത് ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അവയർനെസ്സിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുന്നു. ഇത് തുടർന്ന് സിനിമാ ലോകത്തിൻ്റെ ഒരു കറക്ഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇപ്പം ഞാനും അനുബന്ധ സംഘടനകളെല്ലാം ചിന്തിക്കുന്ന ആ ഒരു രീതി. അവരെല്ലാവരും തന്നെ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് വെൽക്കം ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമാ മേഖലയ്ക്ക് ഏതായാലും ഒരു നവീകരണം ആവശ്യമാണ്. ഇതടക്കമുള്ള ചർച്ചകൾ അതിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.